ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അടുത്ത ടോപ്പിക്കാണ് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ്സ്. ആദ്യം തന്നെ പ്രഷറിൻ്റെ ഫോർമുല പറയാം. എന്താ പ്രഷർ? ഫോഴ്സ് ബൈ ഏരിയ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രഷർ കിട്ടുന്നത് അല്ലേ? ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണും ഏരിയയുടെ മീറ്റർ സ്ക്വയറും. അപ്പോൾ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വരും. ഇത് SI യൂണിറ്റാണ്. അങ്ങനെയാണെങ്കിൽ CGSൽ എങ്ങനെ വരും? ഡൈൻ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ എന്നുള്ളത് CGSൽ വരുമ്പോൾ ഡൈൻ വരും, മീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആവും. ഡൈൻ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് പ്രഷറിൻ്റെ യൂണിറ്റ്. ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് വേറൊരു പേര് കൂടെ ഉണ്ട്, അതാണ് പാസ്കൽ. PA വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ് പാസ്കൽ. ഇനി അതിന് ബാർ വെച്ചിട്ടും പറയാറുണ്ട്. പ്രഷറിനെ 1 ബാർ എന്നും പറയാറുണ്ട്. അപ്പോൾ 1 ബാർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കലാണ്. ഈ റിലേഷൻ ഒന്ന് ഓർത്തിരിക്കുക. 1 ബാർ ഈക്വൽ ടു 10⁵ പാസ്കൽ. ഇനി പ്രഷർ ഹെഡിൻ്റെ ടേംസിലും പറയാറുണ്ട്. അത് ഇനി ബാക്കി പഠിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ഓക്കെ, ആദ്യം നമുക്കൊരു ലോ പഠിക്കണം. പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ. ഈ പാസ്കൽസ് ലോ പറയുന്നത് പ്രഷർ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ആക്ടിങ് അറ്റ് എ പോയിൻറ്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ എന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ഫ്ലൂയിഡിൻ്റെ കാര്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്തായിരിക്കും? എല്ലാ ഡയറക്ഷനിലും സെയിം ആയിരിക്കും എന്നാണ് പാസ്കൽ പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതാം. ദ പ്രഷർ ഓർ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ. പ്രഷർ ഓർ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ആക്ടിങ് അറ്റ് എ പോയിന്റ് in a static fluid is same in all direction. ഓക്കെ, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്ലൂയിഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എങ്ങനെയായിരിക്കും? എല്ലാ ഡയറക്ഷനിലും സെയിം എന്നാണ് പറയുന്നത്. ഇപ്പം ഇതൊരു ലിക്വിഡുണ്ട്. അപ്പം ഈ ഒരു പോയിൻ്റ് എടുത്തു. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് വിചാരിച്ചു X, PY, PZ. ഓക്കെ, PX, PY, PZ ഇതെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. PX ഈക്വൽ ടു PY ഈക്വൽ ടു PZ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പാസ്കൽസ് ലോ പറയുന്നത്. ഇനി ഈ പാസ്കൽസ് ലോ ആപ്ലിക്കേഷനായിട്ട് ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലോയുടെ ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് ജാക്ക്. അപ്പം ഈ ഒരു പോയിൻ്റ് കൂടെ ഓർത്തിരിക്കുക. ഹൈഡ്രോളിക് ജാക്ക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ പാസ്കൽസ് ലോ എന്താണ്? ദ പ്രഷർ ഓർ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ആക്ടിങ് അറ്റ് എ പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. ഓക്കെ, ഈ പ്രഷറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആയിരിക്കും, എല്ലാ ഡയറക്ഷനിലും സെയിം ആയിരിക്കും. PX ഈക്വൽ ടു PY ഈക്വൽ ടു PZ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ഒരു ലോ കൂടെ പഠിക്കാനുണ്ട്, അതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ അടുത്ത ലോയാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. ഈ ലോ പറയുന്നത് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രഷർ ഇൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു ദ സ്പെസിഫിക് വെയ്റ്റ് എന്നാണ്. ഓക്കെ, റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രഷർ ഇൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു സ്പെസിഫിക് വെയ്റ്റ്. ഓക്കെ, ഇതിൻ്റെ ഞാൻ ഡെറിവേഷനൊന്നും പറയുന്നില്ല, ഫോർമുല പറയാം.
ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫ്രീ സർഫസിൽ നിന്ന് ഹൈറ്റിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ വെച്ചിട്ട് റോ ജി എച്ച് എന്ന് പറയാം. ഓക്കെ, അതിന് ഡെറിവേഷൻ പറയുന്നില്ല, പ്രോബ്ലം ചെയ്യാനായിട്ട് ഇക്വേഷൻ മാത്രമേ ആവശ്യം വരൂ. എക്സാമ്പിളിന് ഡെറിവേഷൻ ഒന്നും വേണ്ട, PSC ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ കാണൂ, അതുകൊണ്ടാണ് ഇക്വേഷൻ മാത്രം പറഞ്ഞത്. ഇതിൽ റോ ജി എന്താണ്? നമ്മുടെ സ്പെസിഫിക് വെയിറ്റ് തന്നെയാണല്ലേ, അല്ലെങ്കിൽ നമുക്ക് P = WH എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചിരുന്നാൽ മതി. ഇനി അറ്റ് ദ ഫ്രീ സർഫസിൽ എങ്ങനെയായിരിക്കും? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ 0 ആയിരിക്കും അല്ലേ. ഈ ഫ്രീ സർഫസിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ 0 ആയിരിക്കും. എന്നാൽ ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാണും. ആ ഒരു പോയിൻ്റ് കൂടെ ഓർത്തിരിക്കുക. ഫ്രീ സർഫസിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ 0 ആയിരിക്കും, പക്ഷേ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാണും. ഇവിടുത്തെ പ്രഷർ വേരിയേഷൻ ഡയഗ്രാം എങ്ങനെ വരും? ഇവിടുത്തെ പ്രഷർ വേരിയേഷൻ ഡയഗ്രാം ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിട്ടായിരിക്കും വരുന്നത്. ഇങ്ങനെയായിരിക്കും വരുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ടായിരിക്കും അവിടുത്തെ പ്രഷർ വേരിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനാണ് ഇതിൽ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ടത്. P = റോ ജി എച്ച്. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എച്ചിൻ്റെ ഫോർമുല എഴുതിക്കൂടെ? എച്ച് എന്ത് വരും? P/ρg എന്ന് വരും അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഇതാണ് പ്രഷർ ഹെഡ്. ഇതാണ് പ്രഷർ ഹെഡ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. ടോപ്പിക്ക് ടൈപ്സ് ഓഫ് പ്രഷർ. ടൈപ്സ് ഓഫ് പ്രഷർ ഇത് നമുക്കൊരു ഫിഗർ വെച്ചിട്ട് പഠിക്കാം. ഇതിൻ്റെ എക്സ് ആക്സിസിൽ അബ്സല്യൂട്ട് സീറോയും വൈ ആക്സിസിൽ പ്രഷറുമാണ്. എക്സ് ആക്സിസിൽ അബ്സല്യൂട്ട് സീറോ, വൈ ആക്സിസിൽ പ്രഷർ. ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ലെവലാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ഇനി ആദ്യത്തെ പ്രഷറാണ് അബ്സല്യൂട്ട് പ്രഷർ. ടൈപ്സ് ഓഫ് പ്രഷറാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തേത് അബ്സല്യൂട്ട് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നത് അബ്സല്യൂട്ട് സീറോ എന്ന്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാക്യൂം എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് ഡേറ്റമായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷറാണെന്ത്? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് അബ്സല്യൂട്ട് സീറോ ആസ് ഡേറ്റ. അബ്സല്യൂട്ട് സീറോ ഡേറ്റമാക്കി നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 2 പോയിൻ്റ് എടുക്കാം. ഒന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് മുകളിലൊരു പോയിൻ്റ് എ എടുത്തു, ഒന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് താഴെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ കൂടെ ഒന്ന് എഴുതിയേക്കാം. P അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് absolute zero as data. അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാക്യൂം എന്നും പറയാറുണ്ട്. അപ്പോൾ അബ്സല്യൂട്ട് സീറോ ഡേറ്റമാക്കി വെച്ചുകൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷറാണെന്ത്? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എയിലുള്ള അബ്സല്യൂട്ട് പ്രഷർ എങ്ങനെയായിരിക്കും? എത്രയായിരിക്കും? ഇവിടം മുതൽ ഇവിടം വരെ ആയിരിക്കും അല്ലേ P അബ്സല്യൂട്ട് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ അതുപോലെ ഈ ബിയിലും എങ്ങനെയായിരിക്കും? ഇതാണ് P അബ്സല്യൂട്ട് അല്ലേ. അബ്സല്യൂട്ടെന്ന് ഇത് ഡേറ്റമാക്കി വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് P അബ്സല്യൂട്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രഷർ എന്ന് പറയുന്നത് ഗേജ് പ്രഷറാണ്. ഗേജ് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡേറ്റമാക്കി വെച്ചിട്ട് അതിന് മുകളിലേക്ക് മെഷർ ചെയ്യുന്നതാണ് ഗേജ് പ്രഷർ. നമ്മൾ പ്രഷർ മെഷറിങ് ഡിവൈസ് ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത് ഈ ഗേജ് പ്രഷറായിരിക്കും.
അപ്പോൾ ഗേജ് പ്രഷർ എന്താണ്? പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് എബോവ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആസ് ഡേറ്റം. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡേറ്റമാക്കി വെച്ചിട്ട് അതിന് മുകളിലേക്ക് മെഷർ ചെയ്യുന്നതാണ് എന്ത്? ഗേജ് പ്രഷർ. PG എന്ന് കൊടുക്കാമേ ഗേജ് പ്രഷറിന്. പ്രഷർ മെഷേർഡ് എബോവ് atmospheric pressure with the atmospheric pressure at datum. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡേറ്റമാക്കി വെച്ചിട്ട് അതിന് മുകളിലേക്ക് മെഷർ ചെയ്യുന്നതാണ് ഗേജ് പ്രഷർ. അപ്പം ഇവിടുത്തെ A എന്നുള്ള പോയിന്റിലെ ഗേജ് പ്രഷർ എങ്ങനെ വരും? ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് മുകളിലേക്കുള്ളതല്ലേ PG, ഇതായിരിക്കും അവിടുത്തെ ഗേജ് പ്രഷർ. ഓക്കെ, ഇനി അടുത്ത ഒരു ടൈപ്പ് പ്രഷറാണെന്ത്? നെഗറ്റീവ് ഗേജ് പ്രഷർ അല്ലെങ്കിൽ വാക്യൂം പ്രഷർ എന്ന് പറയും. വാക്യൂം പ്രഷർ അല്ലെങ്കിൽ നെഗറ്റീവ് ഗേജ് പ്രഷർ എന്ന് പറയാം. ഗേജ് പ്രഷർ എന്തായിരുന്നു? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് മുകളിലേക്ക് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് ഗേജ് എങ്ങനെ ആയിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലെവലിൽ നിന്ന് താഴേക്ക് മെഷർ ചെയ്യുന്നതാണ്. Pressure which is measured below atmospheric pressure with atmospheric pressure as datum. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡേറ്റമാക്കി വെച്ചിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് താഴോട്ട് മെഷർ ചെയ്യുന്നതാണെന്ത്? വാക്യൂം പ്രഷർ. വാക്യൂം പ്രഷറിന് നമുക്ക് ഈ വാക്യൂം എന്ന് കൊടുക്കാം. പ്രഷർ മെഷേർഡ് ബിലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ with atmospheric pressure at datum. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡേറ്റമാക്കി വെച്ച് നമ്മൾ താഴേക്ക് മെഷർ ചെയ്യുന്നതാണ് എന്ത്? വാക്യൂം പ്രഷർ. ഈ വാക്യൂം പ്രഷറിന് നമ്മൾ സക്ഷൻ പ്രഷർ എന്നുകൂടി പറയാറുണ്ട്. സക്ഷൻ പ്രഷർ. വാക്യൂം പ്രഷർ അല്ലെങ്കിൽ സക്ഷൻ പ്രഷർ അല്ലെങ്കിൽ നെഗറ്റീവ് ഗേജ് പ്രഷർ ആണല്ലോ. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഇതിൽ നെഗറ്റീവ് ഗേജ് പ്രഷർ മാർക്ക് ചെയ്തില്ലല്ലോ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് താഴോട്ട് മെഷർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബി എന്നുള്ള പോയിൻ്റ് വരെയുള്ള ഈ ഒരു പ്രഷർ അതായിരിക്കും എന്ത്? P വാക്യൂം എന്ന് പറയുന്നത് ആണല്ലോ. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കാം. ആദ്യം നമുക്ക് പോയിൻ്റ് A എടുക്കാം. പോയിൻ്റ് A എടുത്താൽ അവിടുത്തെ അബ്സല്യൂട്ട് പ്രഷർ അറ്റ് A എന്നുള്ള പോയിൻ്റ്, അവിടുത്തെ അബ്സല്യൂട്ട് പ്രഷർ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? P അബ്സല്യൂട്ട് ഇതാണ് നമുക്ക് വേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും നമ്മൾ? ഇവിടം വരെ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണല്ലേ. P അറ്റ്മോസ്ഫിയറിൻ്റെ കൂടെ ഈ ഗേജ് പ്രഷർ കൂടെ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ A കിട്ടത്തില്ലേ? അതാണ് P അബ്സല്യൂട്ട് ഈക്വൽ ടു P അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എയിലുള്ള അബ്സല്യൂട്ട് പ്രഷർ കിട്ടി. മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമുക്ക് B എന്നുള്ള പോയിൻ്റ് കൺസിഡർ ചെയ്യാം. ബിയിൽ അവിടുത്തെ അബ്സല്യൂട്ട് പ്രഷർ വേണം. എങ്ങനെ കിട്ടും? ഇതാണ് അബ്സല്യൂട്ട് പ്രഷറാണല്ലോ. ഇവിടം വരെ നമുക്കറിയാം എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് വാക്യൂം പ്രഷർ മൈനസ് ചെയ്താൽ മതി അല്ലേ ഈ അബ്സല്യൂട്ട് പ്രഷർ കിട്ടാൻ ആണല്ലോ. P അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് P വാക്യൂം പ്രഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? B എന്നുള്ള പോയിൻറ്റിലെ അബ്സല്യൂട്ട് പ്രഷർ കിട്ടും. അപ്പോൾ ഈ റിലേഷനും കൂടെ പഠിച്ചു വെച്ചേക്കുക. ഈ റിലേഷനൂടെ പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഈ ഫിഗർ മനസ്സിൽ വന്നാൽ
അതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ ഈ ഇക്വേഷൻ അല്ലേ. പി അബ്സല്യൂട്ട് ആകുമ്പോഴത്തേക്ക് അബ്സല്യൂട്ട് 0 മുകളിലേക്ക് ഇട്ട് മെഷർ ചെയ്യുന്നതാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് മുകളിലേക്ക് മെഷർ ചെയ്യുന്നത് എന്താണ്? ഗേജ് പ്രഷറും. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് താഴേക്ക് മെഷർ ചെയ്യുന്നത് വാക്യൂം പ്രഷർ. അതിൽ നിന്ന് ഈക്വേഷൻ എഴുതാമല്ലോ. അപ്പോൾ ഇത് ഇത്രയും പഠിച്ചല്ലോ. ഇനി ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ചില വാല്യൂസ് ഉണ്ട്, അതുകൂടെ ഒന്ന് പറയാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. പി അറ്റ്മോസ്ഫിയർ എന്ന് എഴുതിയേക്കാമേ. 101.3 kN/m², അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 10⁵ പാസ്കൽ എന്ന് പറയാം. അതല്ലെങ്കിൽ 10⁵ പാസ്കൽ എന്താണ്? ഒരു ബാർ അല്ലേ, ഒരു ബാർ എന്നും പറയാം. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ പല യൂണിറ്റിലുള്ള വാല്യൂസാണ് ഇത്. ഇതാണ് കറക്റ്റ് വാല്യൂ 101.3 kN/m². അതിന് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 10⁵ പാസ്കൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 ബാർ എന്ന് എഴുതാം. ഇനി പ്രഷർ ഹെഡിൻ്റെ ടേംസിലൂടെ പറയാം. പി അറ്റ്മോസ്ഫിയർ ഈക്വൽ ടു 10.33 മീറ്റർ ഓഫ് വാട്ടർ എന്നും പറയാം. 10.33 മീറ്റർ ഓഫ് വാട്ടർ എന്നും പറയാം. ഇനി മെർക്കുറിയുടെ ടേംസിലാണെങ്കിൽ 760 mm ഓഫ് മെർക്കുറി എന്നും പറയാം. ഇതൊക്കെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ വാല്യൂസ്. പല യൂണിറ്റ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ ഏത് യൂണിറ്റ് ആണോ അത് വെച്ചിട്ടുള്ള വാല്യൂസ് എടുത്താൽ മതി.